ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മധുരപലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് നമ്മുടെ നാട്ടിൽ പൂവട എന്നുള്ളതാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേരുള്ളത്? പൊതുവേ പൂവട രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്നതും മറ്റേത് എണ്ണയിൽ വറുത്തെടുക്കാൻ പറ്റുന്നതും. നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന പൂവടയാണ്. ഇതിലേക്ക് അങ്ങനെ കുറേ ചേരുവകളൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പം എങ്ങനെയാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അറ്റ് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ബൗളാണ്. ആ ബൗളിലേക്ക് ആവശ്യത്തിനുള്ള, ഞാനിപ്പോൾ 2 കപ്പോളം ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്, ഇല്ലെങ്കിൽ ആട്ടപ്പൊടി. ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 കപ്പോളം തിളച്ച വെള്ളം ആവശ്യത്തിനായി ചേർത്ത് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിലാണ് ഇത് വേണ്ടത്. നല്ല സോഫ്റ്റ് ആവണം മാവ്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സിനായിട്ട് വേറൊരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് 1 കപ്പോളം ചിരകിയ തേങ്ങയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ആൻഡ് ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം ഏലക്കാ പൊടി ചേർക്കാം. ഞങ്ങൾക്ക് ഇപ്പം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ഒരു മാവ്, ആ മാവ് ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം. നൈസായിട്ട് പോകരുത് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സും ചേർത്ത് അതൊന്ന് മടക്കിയതിന് ശേഷം എഡ്ജ് ഭാഗങ്ങൾ ഈ കണക്കിന് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് വെക്കുക. പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഡ്ജിലെ ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യണം, ഇല്ലെങ്കിൽ സ്റ്റീം ചെയ്യുന്ന സമയത്ത് പൊട്ടാനും അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഒലിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ആൻഡ് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിക്കുക, അതിലേക്ക് ഒരു വലിയ പാത്രം ഇറക്കി വെക്കുക, അതിലൊരു 2-3 ഭാഗം വെള്ളം നിറച്ച് വെക്കുക. ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പൂവടകളായിട്ട് അടുക്കി പറക്കി വെക്കുക. ശേഷം അതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, പണി തീർന്നു. ഇനി ഇതൊക്കെ ഒരു ബൗളിലേക്കായിട്ട് ആസ്വദിച്ചങ്ങോട്ട് കഴിക്കുക. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.